സാമ്പത്തിക മേഖലയിലും പ്രതിരോധ രംഗത്തും അടക്കം സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയും പതുക്കെ നടന്നു കയറുകയാണ്. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്കും ചില ന്യൂനതകളൊക്കെ ഉണ്ട്. അതായത് ഈ പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണ കാര്യത്തിൽ, മിസൈലുകളുടെ നിർമ്മാണ കാര്യത്തിൽ, അതുപോലെ വ്യോമ പ്രതിരോധം പുതുതായി നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു പോരായ്മകളിൽ ഒന്ന് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റുകളുടെ, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളുടെ എൻജിൻ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായിട്ട് എൻജിൻ നിർമ്മിച്ച് നമ്മൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പം എയർക്രാഫ്റ്റുകൾ, നമുക്ക് സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ട്. ഈ എയർക്രാഫ്റ്റുകളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിനെത്രത്തോളം ഭാരം വഹിക്കാൻ കഴിയുമെന്നുള്ളതോ അതിലെത്രത്തോളം മിസൈലുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതോ ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ ആകാര ഭംഗിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എത്രയും പവർഫുള്ളായ എൻജിൻ ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി. അങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങളുടെ എൻജിൻ നിർമ്മിക്കുക എന്ന പദ്ധതിയിലേക്ക് നീങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തും. അങ്ങനെ ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും ഒക്കെ കമ്പനികളുമായിട്ട് നടത്തിയ ചർച്ചകളുണ്ടായിരുന്നു. ഫ്രാൻസിലെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയും UK-യിലെ റോൾസ് റോയ്സുമായിട്ടുമാണ് നമ്മൾ ചർച്ച നടത്തിയത്. ഒടുവിൽ നമ്മൾ ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായിട്ട് ഒരു ടൈപ്പിലേക്ക് എത്തുകയാണ്. അതായത് ഫ്രഞ്ച് കമ്പനിയുമായി സഹകരിച്ച് നമ്മൾ യുദ്ധവിമാനങ്ങളുടെ എൻജിൻ നിർമ്മിക്കാൻ പോകുന്നു. അപ്പോൾ പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വലിയ സ്വപ്നത്തിന് ചിറകു മുളച്ചു വരികയാണ്. അപ്പോൾ ഫൈറ്റർ ജെറ്റ് എൻജിൻ ഇന്ത്യൻ മണ്ണിൽ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളത് രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. ഇപ്പം നമുക്കറിയാം, ലോകത്ത് തന്നെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് സ്വന്തമായിട്ട് എൻജിൻ നിർമ്മിക്കുന്നത്. നമ്മൾ എത്രയോ കാലമായിട്ട് തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുന്നതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അന്ന് ഈ യുദ്ധവിമാനത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ എൻജിൻ നമ്മൾ അമേരിക്കയിൽ നിന്ന് എത്തിക്കാം എന്നാണ് പദ്ധതി ഇട്ടിരുന്നത്. അന്ന് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഊഷ്മളമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് എൻജിൻ ഇറക്കുമതി ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ കരാറിൽ ഒപ്പിടുന്നു, പണവുമൊക്കെ നൽകി. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ എൻജിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ വൈകിപ്പിച്ചു. അങ്ങനെയാണ് തേജസ് യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണം അനന്തമായിട്ടും നീണ്ടുപോയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞു. കാരണം വ്യോമ പ്രതിരോധ മന്ത്രാലയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കരാറുകളിലൊക്കെ ഏർപ്പെട്ടതാണ്. അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ മനഃപൂർവ്വം നമുക്ക് എൻജിൻ നൽകുന്നതിൽ ചില കാലതാമസമൊക്കെ വരുത്തി വെച്ചു എന്ന് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞു. കാരണം നമ്മൾ അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നാൽ അമേരിക്കൻ ആയുധ വിപണിയെ അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ പൊയ്ക്കോട്ടെ. ഇപ്പം എന്തു പറഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള എൻജിൻ നിർമ്മാണത്തിന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് സഫ്രാൻ എന്ന് പറയുന്ന ഫ്രാൻസിലെ കമ്പനിയുമായിട്ട് നമ്മൾ കൈകോർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈകോർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻജിൻ നിർമ്മാണത്തിന് നമ്മളെ സഹായിക്കാമെന്നുള്ളതല്ല അവരുടെ കരാറ്. അതായത് അതിൻ്റെ ടെക്നോളജി നമുക്ക് സമ്മാനിക്കാം, പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് ഈ എൻജിൻ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ 120 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള എൻജിനാണ് നമ്മൾ നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇടുന്നത്. അപ്പം വ്യോമസേനയുടെ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള എൻജിനുകൾ നമ്മൾ നിർമ്മിക്കുന്നതോടുകൂടി നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരുമെന്ന് മാത്രമല്ല സാമ്പത്തികമായി ഒരുപാട് ലാഭവുമുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഏതാണ്ട് 250ഓളം യുദ്ധവിമാനങ്ങളുടെ എൻജിൻ വേണമെന്നാണ് നമ്മൾ ഇപ്പോഴേ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതൊരു സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ സ്വന്തമായി എൻജിൻ നിർമ്മിക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭം, പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കൽ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ സാങ്കേതികവിദ്യ പൂർണ്ണമായിട്ടും കൈമാറുന്നതോടുകൂടി ഇതൊരു വിൽപ്പന കരാർ മാത്രമല്ലാതെയായി മാറി. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും ഊഷ്മളമായി. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല വിള്ളൽ വരുത്തിയിട്ടുണ്ട്. അതായത് ഫ്രാൻസ് അങ്ങനെയൊന്നും അമേരിക്കയെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് തന്നെ UK പുറത്തേക്ക് വന്നു. അതോടുകൂടി യൂറോപ്യൻ യൂണിയൻ്റെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസാണ്. ഫ്രാൻസ് സ്വന്തമായിട്ടൊരു ആണവ ശക്തിയാണ്. അതുപോലെ UN-ൽ സ്ഥിരാംഗത്വമുള്ള രാജ്യമാണ്. ഒരു പവർഫുൾ ഭരണാധികാരിയാണ് അവിടെ നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇമ്മാനുവൽ മാക്രോണും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ട്. കൂടാതെ ഏറ്റവും അധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഫ്രാൻസ്
പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം പോലെയുള്ള സംവിധാനം വാങ്ങാനായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരസ്പര സഹകരണ കരാറൊക്കെയുണ്ട്. മാത്രമല്ല നമുക്കുള്ള റഫേൽ യുദ്ധവിമാനം അതും ഫ്രാൻസ് നൽകുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ട്രംപ് റഷ്യയുടെ പേര് പറഞ്ഞ് ഇന്ത്യക്കിട്ട് പണിയുമ്പോൾ ഒരവസരം കിട്ടിയതുപോലെ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കൈകോർക്കുന്നു. അങ്ങനെ നമ്മളും സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കാൻ പോകുന്നു. അപ്പോൾ ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ കൂടി പരസ്പരം പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ സൈനിക സഹകരണ മേഖലയിൽ പുതിയൊരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിന് ശക്തി കൂടുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. നമ്മൾ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എഞ്ചിനൊക്കെ ഇവിടെ വികസിപ്പിച്ചെടുത്തിരുന്നു. കാവേരി എന്ന് പറയുന്ന എഞ്ചിനാണ്. പക്ഷേ ഒരു യുദ്ധവിമാനത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് കൊണ്ടുപോകാനുള്ള പവർ ആ എഞ്ചിനുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടൊന്നുമില്ല. നമ്മൾ ആ എഞ്ചിൻ ഉപയോഗിച്ച് ആളില്ലാ വിമാനം അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെ തന്നെ നിർമ്മിക്കുമ്പോൾ അതിനുപയോഗിക്കാവുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ നമ്മൾ ഈ പാളിപ്പോയ പരീക്ഷണത്തിന് അപ്പുറത്തേക്ക് അപ്ഡേഷനൊക്കെ വരുത്തിയിട്ട് എഞ്ചിൻ നിർമ്മിക്കും. ഇപ്പോൾ തേജസ് മാർക്ക് 1 വേണ്ടിയിട്ട് AMCA എന്ന് പറയുന്ന നമ്മുടെ എക്കാലത്തെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്. അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ്. നമ്മൾ ഈ 5ാം തലമുറ യുദ്ധവിമാനം എന്ന് പറയാവുന്ന ആ യുദ്ധവിമാനം, ഇതിൻ്റെ കാര്യത്തിലേക്ക് അമേരിക്കയുടെ G414 എന്ന് പറയുന്ന എഞ്ചിൻ ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത്. അത് സംബന്ധിച്ചൊക്കെ കരാർ നേരത്തെ ആയതാണ്. പക്ഷേ ഇപ്പം ട്രംപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് വിള്ളലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. എന്തായാലും ലോകത്ത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് എയർക്രാഫ്റ്റുകളുടെ പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാൻ സാധിക്കുന്നത്. ആ പട്ടികയിലേക്ക് ഇന്ത്യയും പതുക്കെ നടന്നു കയറുന്നു. ഫ്രാൻസ് ഇന്ത്യയുടെ കൈപിടിക്കുന്നു. ഇത് ട്രംപിനെ ചെറുതായിട്ടല്ല ചൊടിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻകാല ശ്രമങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് ഫ്രാൻസ് പകർന്നു നൽകുന്നത്. നമ്മൾ ഒരുപാട് ശ്രമിച്ചതാണ് ഇങ്ങനെ ഒരു എഞ്ചിൻ നിർമ്മിക്കാനായിട്ട്. പക്ഷേ ആരുടെയെങ്കിലും കൂടെ ഒരു സഹായം വേണമായിരുന്നു. അപ്പോൾ ജനറൽ ഇലക്ട്രിക്കലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എഞ്ചിൻ നൽകാതെ നമ്മളെ എത്രത്തോളം വലച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യവും ഒരു എന്താ പറയുന്നത് എത്രയോ കാലത്തെ അഭിലാഷവുമാണ്. നമ്മൾ മിസൈൽ നിർമ്മിക്കും, പീരങ്കികൾ നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അന്തർവാഹിനികളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. ടാങ്കുകൾ അത് റഷ്യയുടെ സഹകരണത്തോടെ നിർമ്മിക്കുന്നു. അർമാദ ടാങ്കിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആത്മനിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ കൂടി നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഇതിന് ഫ്രാൻസ് നമ്മളുടെ കൂടെ സഹകരിക്കും എന്ന് പറയുമ്പോൾ റഷ്യയെ പോലെ ഒരു വലിയ ഫ്രണ്ടിനെ നമുക്ക് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അടുത്ത 10 വർഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരായിട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനു മുകളിലേക്ക് നടന്നു കയറാൻ നമുക്ക് പ്രേരണയേകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു വെച്ച ഈ നയതന്ത്ര ബന്ധങ്ങളാണ്. അതുകൊണ്ടാണ് എഞ്ചിൻ നിർമ്മാണം ഒരു വിൽപ്പന കരാർ മാത്രമല്ലാതാക്കി മാറ്റുന്നതും അത് ഒരു സഹകരണ കരാർ അല്ലെങ്കിൽ എന്താ പറയുന്നത് സാങ്കേതിക വിദ്യ പോലും പരസ്പരം കൈമാറുന്ന 2 രാഷ്ട്രങ്ങളുടെ ബന്ധമായി മാറുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.